മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അവിടെ നമ്മൾ 1 ഡയമെൻഷൻ മോഷനാണ് പഠിച്ചത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ 2 ഡയമെൻഷൻ അതുപോലെ 3 ഡയമെൻഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഡയമെൻഷനും 3 ഡയമെൻഷനും പഠിക്കാൻ നമുക്ക് വെക്ടറിനെ പറ്റി അറിഞ്ഞിരിക്കണം. എന്താണ് വെക്ടർ, എന്താണ് വെക്ടർ എന്ന് പറയുന്നതിൻ്റെ ഒരു ലാംഗ്വേജ്, എങ്ങനെയാണ് വെക്ടർ ആഡ് ചെയ്യുക, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുകൂടാതെ തന്നെ പ്രൊജക്റ്റൈൽ മോഷൻ അതുപോലെ തന്നെ സർക്കുലർ മോഷൻ ഒക്കെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ സോ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യം നമ്മൾ പഠിക്കേണ്ട സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ത്, വെക്ടർ ക്വാണ്ടിറ്റി എന്തെന്ന് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോ, നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റിയെ പറ്റി പഠിക്കാം. ആദ്യം സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താ? സ്കെയിലാർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത അവർക്ക് മാഗ്നിറ്റ്യൂഡ് കാണും. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഇല്ല. ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഒൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഉള്ളതും ഡയറക്ഷൻ ഇല്ലാത്തതുമായ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. കിട്ടിയോ? അപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താ? ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഒൺലി മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളത്, ഡയറക്ഷൻ ഇല്ല. ഇത്തരം ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? യെസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയാണ് 5 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഈ 5 കിലോമീറ്റർ എന്ന് പറയുന്നത് എവിടേക്കാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ 5 കിലോമീറ്റർ നോർത്ത് എന്ന് പറയുമ്പോഴോ, 5 കിലോമീറ്റർ നോർത്ത് എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡുമായി അതുപോലെ ഡയറക്ഷനുമായി. ഓക്കെ അല്ലേ? അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് സ്കെയിലാർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉള്ളതിനെ വിളിക്കുന്ന പേര് വെക്ടർ ക്വാണ്ടിറ്റി. അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ തിരിച്ചു വരുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേര് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ്. എക്സാമ്പിൾ നോക്കിക്കോണേ. മാസ്, ടെമ്പറേച്ചർ, ടൈം, ഡിസ്റ്റൻസ്, ഡെൻസിറ്റി, സ്പീഡ്, ഇതൊക്കെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ശ്രദ്ധിച്ചോ, ദേ ഫോളോ ഓർഡിനറി ആൾജിബ്ര ഫോർ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡിഷൻ സബ്ട്രാക്ഷൻ ഓർഡിനറി ആൾജിബ്രയാണ് ആര് ഫോളോ ചെയ്യുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്പീഡ് പറയുമ്പോൾ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. ശ്രദ്ധിക്കണം, മാഗ്നിറ്റ്യൂഡ്. ഇവിടെ 5 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ്, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന അതിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇവിടെ ഡയറക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, യെസ്. എന്നാൽ വെലോസിറ്റി നമ്മൾ പറയാണ് 5 മീറ്റർ പെർ സെക്കൻഡ് ഈസ് എന്ന് പറയുകയാണ്. ഇവിടെ ഇപ്പൊ മാഗ്നിറ്റ്യൂഡായി ഡയറക്ഷനുമായി വ്യത്യാസം മനസ്സിലായോ? ഓക്കെ അല്ലേ? പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ശരി, അപ്പൊ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റി ഒന്ന് വെക്ടറിനെ പറ്റി നമ്മൾ പഠിക്കുന്ന തന്നെ 2 ഡയമെൻഷനും 3 ഡയമെൻഷനും കുറേയും കൂടെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം വെക്ടറിന്റെ ആ ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, വെക്ടറിന്റെ പ്രത്യേകത അവർക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അതുപോലെ ഡയറക്ഷനും ഉണ്ട്. ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് വെക്ടർ. അത് കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, and they obey specific laws of vector addition. Laws of vector addition എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. അപ്പം മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതെല്ലാം എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആംഗുലാർ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, യെസ്. ശ്രദ്ധിച്ചല്ലോ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നോക്കിയേ, ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അത് പണ്ട് തൊട്ടേ നമുക്കറിയാവുന്നതാണ്. They obey specific laws of vector addition like triangle law of vector addition ഉണ്ട്, അതുപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉണ്ട്. ഇതൊക്കെ ഒബേ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? വെക്ടറിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ബോൾഡ് ആയിട്ടുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എ ലെറ്റർ വിത്ത് ആൻ ആരോ ഓവർ ഇട്ട്. ശ്രദ്ധിച്ചോ, അത് പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചോ, നോക്കാം. ഇപ്പം വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. നിങ്ങൾക്ക് മനസ്സിലായി, വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ഈ വെക്ടറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഓക്കെ, വെലോസിറ്റി നമ്മൾ വി എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാ സൂചിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ സാധാരണ ഇത് പുസ്തകങ്ങളിൽ ബോൾഡ് ആയിട്ടാണ്, നല്ല ബോൾഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ അല്ലേ? നമ്മൾ പേനയും പേപ്പറും ഒക്കെ ഉപയോഗിച്ച് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു ആരോ മാർക്ക് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതും. ആക്സിലറേഷൻ ആണ് എ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതും. ഫോഴ്സ് ആണ് എഫ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതും. ഓക്കെ അല്ലേ? ആംഗുലാർ മൊമെന്റ് എൽ എഴുതിയിട്ട് ഇങ്ങനെ എഴുതും. മനസ്സിലായോ?
അപ്പൊ നോക്കിയേ, വെക്ടർ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് രീതിയാ പറഞ്ഞേ. ഒന്ന് ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മേളിൽ ആരോ മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? ഇത് ഈസി അല്ലേ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. നോക്കിയാട്ടെ, അപ്പം വെക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്നു, റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, യെസ്. നോക്കിക്കോ, ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കണ്ട ആരോ മാർക്ക് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയും. ഇപ്പൊ നോക്കിയതാ, ഈ കാണുന്നത് ഒരു വെക്ടറിന്റെ റെപ്രസെന്റേഷനാണ്. ഇത് ഞാൻ പേര് കൊടുക്കുകയാണ്, വെക്ടർ എ എന്ന് പേര് കൊടുക്കുകയാണ്, വെക്ടർ എ എന്ന് പേര് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചോണേ, ഈ വെക്ടറിന് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ശ്രദ്ധിച്ചോതാ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, വെക്ടറിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ടെയിൽ. എന്ത് വിളിക്കും? ടെയിൽ. വെക്ടറിന്റെ വാലെന്ന് വിളിക്കും, ടെയിൽ. ഓക്കെ അല്ലേ? ഈ കാണുന്ന ആരോ മാർക്ക് പോയിരിക്കുന്ന സ്ഥലം കണ്ടോ? ഇങ്ങനെ, ഇതാണ് ഹെഡ്, ആരോ ഹെഡ് എന്ന് വിളിക്കും. അപ്പൊ ഒരു വെക്ടറിന് എന്തൊക്കെയുണ്ട്? ഒരു ടെയിലും ഉണ്ട്, ഒരു ഹെഡും ഉണ്ട്. ഒരു ടെയിലും ഉണ്ട്, ഹെഡും ഉണ്ട്. വെക്ടറിനെ സംബന്ധിച്ച് ഒരു ടെയിലും ഉണ്ട്, ഹെഡും ഉണ്ട്. നോക്കിയേ, ഈ ടെയില് തൊട്ട് ശ്രദ്ധിക്കണേ, ഈ ടെയില് തൊട്ട് ശ്രദ്ധിച്ചോ, ഈ ടെയില് തൊട്ട് ഇവിടം വരെ ഹെഡ് വരെയുള്ള ഈ ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. എന്ത് വിളിക്കും? മാഗ്നിറ്റ്യൂഡ്. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ ഹെഡ് തൊട്ട് ടെയില് വരെയുള്ള ദൂരം കാണിക്കുന്നത്. ഈ ആരോ മാർക്ക് എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് അതാണ് അതിന്റെ ഡയറക്ഷൻ. ആരോ മാർക്ക് എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് അതാണ് അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. മനസ്സിലായോ? ഈസി അല്ലേ? ഈസി അല്ലേ? നോക്കിക്കോ, ഞാൻ ഇങ്ങനെ ഒരു വെക്ടറിനെ മാർക്ക് ചെയ്യാണ്. ശ്രദ്ധിച്ചോ, അതിന്റെ ടെയിൽ ഇവിടെയാണ്, ഹെഡ് ഇവിടെയാണ്. ആണല്ലോ? ആണ്. ഈ ഹെഡ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതാണ് ആ വെക്ടറിന്റെ എന്ത്? ഡയറക്ഷൻ. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഈസി ആണേ, കുഴപ്പമൊന്നുമില്ലേ? മനസ്സിലായേ? യെസ്. നോക്കിയാട്ടെ, പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ്. ശ്രദ്ധിച്ചോ, പൊസിഷൻ വെക്ടർ എന്തിനായിരിക്കും കാണിക്കുന്നത്? പൊസിഷനെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? നോക്കിയേ, എ വെക്ടർ ദാറ്റ് സ്പെസിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് റിലേറ്റീവ് ടു ഒറിജിൻ O. ശ്രദ്ധിച്ചോ, നോക്കിയേ, ഫോർ എ പോയിന്റ് P ദ പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുന്ന OP. ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യണേ. ശ്രദ്ധിച്ചോ, ഇങ്ങനെ, ഇവിടെ O ആണ്, ഇവിടെ P ആണ്. ഓക്കെ അല്ലേ? ഇവിടുന്ന് ഇവിടം വരെ നോക്കിയേ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരത്തെ R എന്ന് കാണിക്കുകയാണ്. R. ഓക്കെ അല്ലേ? R = OP എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിട്ട് എനിക്ക് പറയുന്നത് ഇങ്ങനെയാണ്. ആ വെക്ടർ പോയിരിക്കുന്നത് R = OP എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. നോക്കിയേ, ഇനി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ നോക്കാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഫ്രം പോയിന്റ് P ടു P'. ശ്രദ്ധിച്ച ഇതേ ഫിഗർ തന്നെ. ശ്രദ്ധിച്ചോ, ഇതാണ് OP. ഇവിടെ O ഉണ്ട്, ഇവിടെ P ഉണ്ട്. ഓക്കെ അല്ലേ? ഈ P എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാണ്, P' എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങാണ്. ഓക്കെ അല്ലേ? ഇവിടം തൊട്ട് O തൊട്ട് P വരേണ്ട ദൂരം എന്തായിരുന്നു? 6 ആയിരുന്നു. ശരിയല്ലേ? ആണോ? അങ്ങനെയാണ് ഈ O തൊട്ട് നോക്കിയേ, P' വരെയുള്ള ദൂരം നമുക്ക് R' എന്ന് കൊടുക്കാം. ഇപ്പൊ പുതിയ പൊസിഷനിലേക്ക് മാറി. മനസ്സിലായോ? ഓക്കെ അല്ലേ? നോക്കിയേ, ഇവിടെ ഒരു വെക്ടർ ഉണ്ടായിരുന്നു OP. ഇപ്പൊ ഇവിടുന്ന് P യിൽ നിന്ന് P' ഇത് മാറി. ശരിയല്ലേ? ആണോ? പുതിയ നോക്കിയേ, ഇവിടുന്ന് ഇവിടേക്ക് നമ്മളൊരു പുതിയ വെക്ടർ വരച്ചു, R'. ഓക്കെ അല്ലേ? നോക്ക്, ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഫ്രം പോയിന്റ് P യിൽ നിന്ന് P' മൂവ് ചെയ്യാണ്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ ആണ് ജോയിനിങ് 2 പോയിന്റ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. നോക്കി, ഇത് ഇനിഷ്യൽ പോയിന്റ്, ഇത് ഫൈനൽ പോയിന്റ്. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പം വരയ്ക്കുന്നത് അല്ലേ? ആൻഡ് നോട്ട് ടേക്കൺ ദ ആക്ച്വൽ പാത്ത്. ആക്ച്വൽ പാത്ത് ഇവിടെ എടുക്കോ? നമ്മൾ ഇങ്ങനെ പോയ വഴി വല്ലതും എടുക്കോ? ഇല്ല. ക്ലിയർ ആണോ? ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനകത്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഈ OP' എന്ന് പറയുന്നതാണ് പുതിയ വെക്ടർ R' നമുക്ക് അതിനെ പേരിട്ട് വിളിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കാം. ശ്രദ്ധിച്ചോ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വാളിറ്റി ഓഫ് വെക്ടർ ആണ്. എന്താണ് ഇക്വാളിറ്റി ഓഫ് വെക്ടർ? ആ പേരിനകത്ത് തന്നെ ഉണ്ട് ഇക്വാലിറ്റി. ഈക്വൽ ആണ് വെക്ടർ അല്ലെ? വെക്ടർ ഈക്വൽ ആകുന്ന കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചോണേ, 2 വെക്ടേഴ്സ്, 2 വെക്ടർ ഉണ്ട്, എയും ബിയും. ശ്രദ്ധിച്ചോ, ഇവിടെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ബോൾഡ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കൺസിഡേർഡ് ആസ് ഈക്വൽ. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡും അതുപോലെ സെയിം ഡയറക്ഷനും പറഞ്ഞ 2 വെക്ടർ അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആകണം. അതുപോലെ എന്ത് ചെയ്യണം? ഡയറക്ഷൻ സെയിം ആണ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആവുന്ന വെക്ടറിന് വിളിക്കുന്ന പേരാണെന്ത്? ഈക്വൽ വെക്ടേഴ്സ്. ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് നോക്കിയാലോ. നോക്കാം. ഞാൻ കുറച്ച് വെക്ടർ ഇവിടെ വരയ്ക്കുക. ഇവിടെ വെക്ടർ ഞാൻ വരച്ച, അതിന്റെ പേര് വെക്ടർ A എന്നാണ്. അടുത്തൊരു വെക്ടർ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 5 എന്ന് മാർക്ക് ചെയ്തേ. ഡയറക്ഷൻ വലത്തോട്ടാണ് നിങ്ങൾക്ക് കാണും. അടുത്ത വെക്ടർ ഞാൻ വരയ്ക്കുകയാണ്, ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 5 എന്ന് വരച്ച് ആ വെക്ടറിന് ഞാൻ പേര് കൊടുത്ത് വെക്ടർ B. ഓക്കെ അല്ലേ? ഇനി അടുത്ത വെക്ടർ ഞാൻ വരയ്ക്കുകയാണ്. അടുത്ത വെക്ടർ ഞാൻ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്. അതിന്റെ പേര് വെക്ടർ C എന്നാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഓക്കെ അല്ലേ?
അടുത്ത വെക്ടർ ഞാൻ വരയ്ക്കുന്നത് ഇങ്ങോട്ടാണ്, അതിന്റെ പേര് വെക്ടർ ഡി എന്നാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ഓക്കെ ആണേ? അടുത്ത വെക്ടർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്, അതിന്റെ പേര് വെക്ടർ ഇ എന്നാണ്, വെക്ടർ ഇ. ഓക്കെ അല്ലേ? ഇവിടെ ഇപ്പോൾ 5 വെക്ടർ ഉണ്ട്. ഈ 5 വെക്ടർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്നാൽ എല്ലാവരുടെയും ഡയറക്ഷൻ സെയിം ആണോ? എല്ലാവരുടെയും ഡയറക്ഷൻ സെയിം അല്ല. നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സി പോകുന്നത്. ശരിയല്ലേ? ആണ്. എയുടെ അതേ ഡയറക്ഷനാണോ ബി പോകുന്നത്? അല്ല, ഇ പോകുന്ന വേറൊരു ഡയറക്ഷനാണ്. എന്നാൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും, ഇവിടെ ആരൊക്കെയാണ്? വെക്ടർ എയും വെക്ടർ ഡിയും ഒരേ ഡയറക്ഷനിലാണ്, വലത്തേക്കാണ് പോകുന്നത്. രണ്ടുപേരും വലത്തേക്കാണ് പോകുന്നത്. ശരിയല്ലേ? രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് 5 തന്നെയാണ്. അപ്പൊ വെക്ടർ എയുടെയും വെക്ടർ ഡിയുടെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണ്. ഇങ്ങനെ വരുന്ന വെക്ടറെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. എന്ത് വിളിക്കും? ഈക്വൽ വെക്ടേഴ്സ്. അപ്പൊ ഈക്വൽ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായോ? രണ്ട് വെക്ടർ അവരുടെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും സെയിം ആയിട്ട് വരണം. മാഗ്നിറ്റ്യൂഡും ശരിയാവണം, ഡയറക്ഷനും എന്തായിട്ട് വരണം? രണ്ടുപേരുണ്ട്, രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിട്ട് വന്നാൽ അത്തരം വെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നത്തിന്റെ ആവശ്യം ഇല്ലല്ലോ, ഈസി അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇക്വാലിറ്റി വെക്ടർ എന്താ? രണ്ട് വെക്ടർ വേണം, രണ്ട് വെക്ടർ എയും ബിയും ഉണ്ട്, ഇവർ ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാ? രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരണം. അതുപോലെ തന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരണം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിട്ട് വന്നാൽ നമ്മൾ പറയും ആ വെക്ടർ എന്താണ്? ഈക്വൽ ആണ്, ഈക്വൽ വെക്ടേഴ്സ് ആണെന്ന് പറയും. ശ്രദ്ധിച്ചോണേ, നോക്കിക്കോ. ദാ ഇത് വെക്ടർ എ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇതേ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 5. ഇങ്ങനെ നിലനിർത്തിയിട്ട് അതിന്റെ ഡയറക്ഷൻ നമ്മൾ തിരിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത് വെക്ടർ എ ആണ്, ആ വെക്ടറിന്റെ അത്രയും മാഗ്നിറ്റ്യൂഡ് എടുത്ത് തിരിച്ചിടുകയാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, പക്ക ഓപ്പോസിറ്റ് ആക്കുകയാണെ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാന്നറിയോ? മൈനസ് വെക്ടർ എ, അതായത് നെഗറ്റീവ് വെക്ടർ എന്ന് പറയും. അതായത് വെക്ടർ എയുടെ നെഗറ്റീവ് വെക്ടർ ആണ് ഇത്, വെക്ടർ എ. മനസ്സിലായി? വെക്ടർ എ വിത്ത് നെഗറ്റീവ് ഡയറക്ഷൻ വന്നപ്പോൾ എന്തായി? ഓപ്പോസിറ്റ് ഡയറക്ഷനായി. അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കുക, വെക്ടർ ബി ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്, വെക്ടർ ബി ഞാൻ ഇങ്ങോട്ട് വരച്ചാൽ അതിന്റെ നെഗറ്റീവ് വെക്ടർ, അതായത് മൈനസ് വെക്ടർ ബി എനിക്ക് എങ്ങോട്ടാ വരയ്ക്കേണ്ട? ഇതിന്റെ പക്ക ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരച്ചിട്ട് എന്ത് ചെയ്യാൻ മതി? മൈനസ് വെക്ടർ ബി എന്ന് കൊടുത്താൽ മതി. ശ്രദ്ധിക്കണം, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 4 ആണെങ്കിൽ ഇതിന്റെ 4 ആണ്, ഡയറക്ഷൻ ആണ് ഓപ്പോസിറ്റ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആയിരിക്കും, ഡയറക്ഷൻ ആണ് ഇവിടെ തിരിഞ്ഞത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ദാ ഇവിടെ വെക്ടർ സി ഉണ്ട്, അതിന്റെ നെഗറ്റീവ് വെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് അതിന്റെ പക്ക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങ് വരച്ചാൽ മതി, മൈനസ് വെക്ടർ സി. ഓക്കെ അല്ലേ? ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പ്രശ്നമില്ലെന്ന് വിചാരിക്കണേ. യെസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ റിയൽ നമ്പേഴ്സ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? യെസ്, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ വെക്ടറിനെ. എന്ത് വെച്ചിട്ട്? ചില റിയൽ നമ്പേഴ്സ് വെച്ചിട്ട്. ശ്രദ്ധിച്ചോണേ, ഒരു പോസിറ്റീവ് നമ്പർ ലാംഡ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ശ്രദ്ധിച്ചോ, ഒരു പോസിറ്റീവ് നമ്പർ ലാംഡ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ഏത് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നേ? വെക്ടർ എ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ശ്രദ്ധിച്ചോണേ. യെസ്, നോക്ക്, വെക്ടർ എ നമുക്കുണ്ട്. ആ വെക്ടർ എ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? യെസ്, ലാംഡ എ എന്ന് കിട്ടും. വെക്ടർ ഉണ്ട്, ആ വെക്ടറിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ ഇൻറ്റു വെക്ടർ എന്ന് കിട്ടും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ക്ലിയർ ആണോ? ഈ ലാംഡയ്ക്ക് പകരം ഞാൻ വെറുതെ നമ്പർ കൊടുക്കുകയാണ്. വെക്ടർ എ ഇൻറ്റു ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 3 മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ എനിക്ക് ആൻസർ എന്ത് കിട്ടും? 3 ടൈംസ് വെക്ടർ എ എന്ന് കിട്ടും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? വെക്ടർ എ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് ഇത് കിട്ടി, 3 ടൈംസ് വെക്ടർ എന്ന് കിട്ടി. നമുക്ക് വെക്ടർ എ ഇൻറ്റു 5 ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടും? 5 ടൈംസ് വെക്ടർ എന്ന് കിട്ടും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഈസി, ഈസി അല്ലേ നിങ്ങൾക്ക്? നോക്ക്, വെക്ടർ എ ഇൻറ്റു 2 എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു വെക്ടർ എ എന്ന് കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായി? നമുക്ക് നോക്കിയാലോ, ഇത് വെക്ടർ എ ആണ്. അങ്ങനെയാണ് 2 ടൈംസ് വരുന്നത് എന്താണ്? ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഇതെന്താണ്? ഇതാണ് 2 ടൈംസ് വെക്ടർ എ. ഓക്കെ അല്ലേ? 3 ടൈംസ് വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് കിട്ടും? ഇതിന് 3 ടൈംസ് വരയ്ക്കണം. അത്രേ ഉള്ളൂ, 3 ടൈംസ് വെക്ടർ എ. ഇതാണ് അതിന്റെ മീനിങ്. മനസ്സിലായി? അപ്പം വെക്ടർ എ 2a 3a ഇത്രേ ഉള്ളൂ. അപ്പൊ നോക്കി, ഒരു പോസിറ്റീവ് നമ്പർ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഉത്തരം കിട്ടിയെങ്കിൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അങ്ങനെ തന്നെ കിട്ടും, നെഗറ്റീവ് ആയിട്ട് കിട്ടും അല്ലേ? മൈനസ് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ലാംഡ വെക്ടർ എന്ന് കിട്ടും. അത്രേ ഉള്ളൂ കാര്യം, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? നമുക്ക് വെക്ടർ എ ഇൻറ്റു -2 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ -2 ഇൻറ്റു വെക്ടർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ?
സോ വെക്ടർ എ ഇൻറ്റു -3 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ -3 വെക്ടർ എ, അത്രയേ ഉള്ളൂ. ക്ലിയർ. വെക്ടർ എ ഇൻറ്റു -4 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ -4 ടൈംസ് വെക്ടർ എ. ക്ലിയർ. ഓക്കെ ആണോ? പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നോക്കിക്കോ, പോസിറ്റീവ് നമ്പർ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നോക്കിയേ. പോസിറ്റീവ് നമ്പർ ലാംഡ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ആണ്. നോക്ക്, മൾട്ടിപ്ലൈങ് വെക്ടർ എ ബൈ ലാംഡ റിസൾട്ട് ഇൻ എ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ലാംഡ ഇൻറ്റു വെക്ടർ എ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് വെക്ടർ എ. വെക്ടർ എയുടെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും കിട്ടുന്നത്. നോക്ക്, നെഗറ്റീവ് നമ്പർ മൈനസ് ലാംഡ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് ഇൻ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് ലാംഡ ഇൻറ്റു വെക്ടർ എ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞാൻ ഈ കാണിച്ചത് ഈ നെഗറ്റീവ് എല്ലാം എന്തിനാ കാണിക്കുന്ന അറിയാവോ? ആ നെഗറ്റീവ് എല്ലാം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. യെസ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്, അത് ഓക്കെയാണേ, പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോവാണ്, വെക്ടർ അഡിഷൻ പഠിക്കാൻ പോവാണ്, ഗ്രാഫിക്കൽ മെത്തേഡ്. പ്രധാനമായിട്ട് നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷനും അതുപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനും പഠിക്കാനുണ്ട്. എന്നാൽ അതിനു മുമ്പ് പഠിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള വെക്ടർ അഡിഷൻ നോക്കിക്കോണേ. അതായത് രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിള് 0 തീറ്റ ആണേ. ആംഗിള് 0 ഡിഗ്രിയോ അല്ലെങ്കിൽ 180 ഡിഗ്രിയോ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് വെക്ടർ അഡിഷൻ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നോക്കിക്കോണേ, ഇതാണ്ട് ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, അതിന്റെ പേര് വെക്ടർ എ എന്നാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 3 കൊടുത്തു. പ്ലസ് അടുത്ത വെക്ടർ ഞാൻ ഇതിനോട് ആഡ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോണേ, ഈ വെക്ടറിന്റെ പേര് വെക്ടർ ബി എന്നാണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് വെക്ടറിന്റെയും നോക്കിയേ ടെയിലും ഹെഡും വന്നിരിക്കുന്ന ആംഗിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സെയിം ഡയറക്ഷനാണ് ഇവർ വന്നിരിക്കുന്നത്, സെയിം ഡയറക്ഷനിലാണ് ഇവർ പോകുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ആംഗിൾ എത്ര? തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ഇങ്ങനെ തീറ്റ 0 ഡിഗ്രി വരുമ്പോൾ എങ്ങനെയാണ് രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യുക? ഒന്നുമില്ല, നമ്മുടെ സാധാരണ ഗതിയിലൂടെ അളിച്ചം പോലെ നമ്മൾ ഇത് ചെയ്യണം. നോക്കി, ഇതാ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ശരിയല്ലേ? ഈ 3ഉം 5 കൂട്ടി എത്ര കിട്ടും? 8. അത്രേ ഉള്ളൂ. നോക്ക്, 3ഉം 5 കൂട്ടി എത്ര കിട്ടും? 8 കിട്ടും. അപ്പൊ 8 നമ്മൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് എഴുതുക. ഇതിനെ നമ്മൾ റിസൾട്ടന്റ് വെക്ടർ ആർ എന്നാണ് വിളിക്കുക. റിസൾട്ടന്റ് ആണ്, രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റാ. ഇനി ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇയാളുടെ ഡയറക്ഷൻ വലത്തോട്ട്, ഇയാളുടെ ഡയറക്ഷൻ വലത്തോട്ട്, അതേ ഡയറക്ഷൻ തന്നെ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. ഈസി അല്ലേ? രണ്ട് വെക്ടർ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് ഈ കണ്ടത്. വെക്ടർ എ എന്ന് പറയുന്നത് 3 ആയിരുന്നു, വെക്ടർ ബി എന്ന് പറയുന്നത് 5 ആയിരുന്നു. രണ്ട് സാധാരണ ഇതിലുള്ള അഡിഷൻ പോലെ 5 + 3 8 നമ്മൾ ആഡ് ചെയ്തു. ശരിയല്ലേ? ആണോ? ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടിയതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണല്ലോ. ഈ വെക്ടർ എയും വെക്ടർ ബിയും ചേർത്തതിന് നമ്മൾ റിസൾട്ടന്റ് വെക്ടർ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഡയറക്ഷൻ നോക്കിയാൽ രണ്ടുപേരും എവിടേക്കാണോ ഇരിക്കുന്നത് അതേ ഡയറക്ഷൻ തന്നെയാണ് ആരോ മാർഗം വരച്ചിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. അടുത്ത് നോക്കിക്കോ, ദാ ഒരു വെക്ടർ ഇങ്ങോട്ടുണ്ട്, അതിന്റെ പേര് വെക്ടർ എ എന്നാണ്, അതിന്റെ വാല്യൂ 3 എന്നാണ്. പ്ലസ് അടുത്ത വെക്ടർ ഇങ്ങോട്ടുണ്ട്, അതിന്റെ വാല്യൂ 3 ആണ്, അതിന്റെ പേര് വെക്ടർ ബി എന്നാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ ആംഗിൾ എത്ര? രണ്ടുപേരും സെയിം ഡയറക്ഷൻ ആണ്, ആംഗിൾ 0 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ റിസൾട്ടന്റ് വെക്ടർ നമുക്ക് കിട്ടുന്നത് രണ്ടുപേരും എങ്ങോട്ടാണുള്ള അതേ ഡയറക്ഷൻ കിട്ടും. വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്നാണ് ഈ റിസൾട്ടന്റ് വെക്ടറിനെ വിളിക്കുക. അതിനെ വെക്ടർ ആർ എന്ന് നമുക്ക് സൂചിപ്പിക്കാം, റിസൾട്ടന്റ് ആർ സൂചിപ്പിക്കാം. ഈ 3ഉം ഈ 3 കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 6. ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ട് വെക്ടറും പോയിന്റ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? സംശയത്തിന്റെ ഒരാവശ്യമില്ലല്ലോ, ഒരു സംശയമില്ലല്ലോ. സെറ്റ് ആണ്. യെസ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നോക്കിയേ, ഇനി തീറ്റ = 180 ഡിഗ്രി വരുന്ന കേസ് നോക്കാം. ശ്രദ്ധിച്ചോണേ. വെക്ടർ എ ഇങ്ങോട്ടുണ്ട്, അതിന്റെ വാല്യൂ 5, വെക്ടർ എ ആണ്. ശ്രദ്ധിച്ചോണേ. രണ്ടാമത്തെ വെക്ടർ ബി ഇങ്ങോട്ടുണ്ട്, അതിന്റെ വാല്യൂ 2, പേര് വെക്ടർ ബി എന്നാ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ രണ്ട് വെക്ടർ എങ്ങനെയാ വന്നിരിക്കുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനാ വന്നിരിക്കുന്നത്. ശരിയാണോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നിരിക്കുക. അങ്ങനെയാണ് ഇവിടെ ആംഗിൾ എത്ര? ഒരു വെക്ടർ അങ്ങോട്ട്, ഒരു വെക്ടർ ഇങ്ങോട്ട് അല്ലേ? ഇതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ എത്ര? തീറ്റ = 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി വന്നാൽ എങ്ങനെ ചെയ്യും? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? നോക്ക്, രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നാൽ എന്ത് ചെയ്യണം? വലിയ വെക്ടറിനകത്തുനിന്ന് ചെറിയ വെക്ടർ കുറയ്ക്കണം. 5-ന് 3 കുറച്ച് എത്ര കിട്ടും? സോറി, 5-ന് 2 കുറച്ച് എത്ര കിട്ടും? നമുക്ക് 3 കിട്ടും. അപ്പോൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് 3. മാഗ്നിറ്റ്യൂഡ് മാത്രം പോരല്ലോ, ശരിയല്ലേ? മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? ഡയറക്ഷൻ വേണം, ശരിയല്ലേ? ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ എങ്ങനെയാ നോക്കേണ്ടത്? വലിയ വെക്ടർ ഏതാ? മാഗ്നിറ്റ്യൂഡ് കൂടിയ വെക്ടർ ഏതാ? എ ആയിരുന്നു. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കുക? അതേ ഡയറക്ഷൻ
പുതുതായിട്ട് കിട്ടുന്ന വെക്ടറിനകത്ത് റീറ്റെയിൻ ചെയ്യുക. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആയിട്ട് മാറി. അതെങ്ങനെയാണ് കിട്ടിയത്? 5 - 2 3 മാഗ്നിറ്റ്യൂഡ് 3 ആയി. ഡയറക്ഷൻ വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ, വലിയ വെക്ടർ ഏതാണ്? 5 ആണ്, അതിന്റെ ഡയറക്ഷൻ. സോ ഈ പുതുതായിട്ട് കിട്ടിയ വെക്ടർ നമ്മൾ വിളിക്കും റിസൾട്ടന്റ് വെക്ടർ. മനസ്സിലായോ? ഇവിടെ ശരിക്കും രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? സംശയമൊന്നുമില്ലേ? ഈസി ആയിരുന്നേ? ഓക്കെ അല്ലേ? യെസ്. നോക്ക് ഒരെണ്ണം കൂടെ. ഇതാ ഇവിടെ വെക്ടർ 4 ഇങ്ങോട്ട്, അതിന്റെ പേര് വെക്ടർ എ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 4. ഡയറക്ഷൻ പറയുന്നത് വലത്തോട്ടാണ്, കാണുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, യെസ്. പ്ലസ് അടുത്ത വെക്ടർ ഉണ്ട്, വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നിരിക്കും, അതിന്റെ പേര് വെക്ടർ ബി. മാഗ്നിറ്റ്യൂഡ് 4. ശ്രദ്ധിക്കണം, മാഗ്നിറ്റ്യൂഡ് 4. ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെ കിട്ടും? റിസൾട്ടന്റ് നമ്മൾ കുറയ്ക്കണം അല്ലെ? നോക്കിയേ, ഈ 4 കുറച്ച് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. 0. അപ്പൊ ശരിക്കും നമുക്ക് ഈ വരച്ചോട്ട് വല്ലതും കാണിക്കാനുണ്ടോ? ഒന്നുമില്ല. ശരിയല്ലേ? അപ്പൊ റിസൾട്ടന്റ് വെക്ടറിനെ നമ്മളെ സംബന്ധിച്ച് വരച്ച് കാണിക്കാനില്ല. ഇവിടുത്തെ റിസൾട്ടന്റ് 0 എന്നാണ് കിട്ടുന്നത്. ഇങ്ങനെ 0 കിട്ടുന്ന വെക്ടർ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? 0 വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് വിളിക്കാറുണ്ട്. അതിനെപ്പറ്റി നമ്മളിപ്പം പഠിക്കും കേട്ടോ. 0 വെക്ടർ അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് നൾ വെക്ടർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നൾ വെക്ടർ. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് 0 ആണ്. മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ഇതിന് ഡയറക്ഷൻ ഉണ്ടോ? ഡയറക്ഷൻ ഇല്ല. പ്രത്യേക ഡയറക്ഷനിലേക്ക്, സ്പെസിഫിക് ആയിട്ടൊരു ഡയറക്ഷൻ ഇതിന് ഇല്ല. ഡയറക്ഷൻ ഇല്ല. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, യെസ്. തിരിച്ചു വാ, നോക്കാം. യെസ്. അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞേ? വെക്ടർ അഡിഷൻ പറയാൻ പോവാണ്. അതിനകത്ത് ഗ്രാഫിക്കൽ മെത്തേഡ് 2 കാര്യങ്ങളാ പറഞ്ഞേ. തീറ്റ = 0 ഡിഗ്രിയും പറഞ്ഞ്, ഓർ തീറ്റ = 180 ഡിഗ്രിയും പറഞ്ഞു. ഈ 2 കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ. ക്ലിയർ ആണോ? പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി നോക്കിയേ, ഇനി ഇതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട അടുത്ത ഐറ്റമാണ്. ഈ 2 ആംഗിൾ അല്ലാതെ വേറെ ആംഗിൾ വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മെത്തേഡ്, അതിന്റെ പേര് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടറേഷൻ എന്നാണ്. എന്താണ്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടറേഷൻ. വേറൊരു പേരിട്ടുണ്ട്, ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്ന് ഇതിന് പേരുണ്ട്. എന്താണ്? ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്ന് ഇതിന് പേരുണ്ട്. നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. യെസ്, നോക്കാം. ഒരു വെക്ടർ ഇങ്ങോട്ടുണ്ട്, അതിന്റെ പേര് വെക്ടർ എ എന്നാണ്. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. രണ്ടാമതൊരു വെക്ടർ ഇങ്ങോട്ടുണ്ട്, അതിന്റെ പേര് വെക്ടർ ബി എന്നാണ്. വെക്ടർ ബി. ഇത്രയും കാര്യത്തിൽ സംശയമുണ്ടോ? സംശയമില്ല. നമ്മളിവിടെ ചെയ്യാൻ പോകും, നമുക്ക് അറിയേണ്ടത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. നമുക്ക് കിട്ടേണ്ടത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇത് ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. റെഡി? നോക്കാം. ഇതാ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് വെക്ടർ ബി എ. ആദ്യമുള്ള വെക്ടർ ഏതാ? വെക്ടർ എ. രണ്ടാമതുള്ള വെക്ടർ ഏതാ? വെക്ടർ ബി. അപ്പൊ രണ്ടാമതുള്ള വെക്ടറിനെ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് എവിടെ വെക്കണം എന്നറിയാവോ? ഒന്നാമത്തെ ഹെഡിനകത്ത് പ്ലേസ് ചെയ്യണം. മനസ്സിലായോ? ഈ ഒരു മെത്തേഡിന്റെ മറ്റൊരു പേരെന്താണ്? ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്നാണ്. എന്താണ്? ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്നാണ്. ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നോക്കിയേ, ആഡ് ചെയ്യേണ്ട വെക്ടർ എയോടാണ് ബി എ ആഡ് ചെയ്യേണ്ടത്. അന്നേരം വെക്ടർ എയുടെ ഹെഡിലേക്ക് വെക്ടർ ബിയുടെ ടെയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ അല്ലേ? ആണോ? ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെക്ടർ എയുടെ ടെയിലിൽ നിന്ന്, ശ്രദ്ധിച്ചോ, വെക്ടർ എയുടെ ടെയിലിൽ നിന്ന് ബിയുടെ ഹെഡിലേക്ക് നോക്ക്. വെക്ടർ എയുടെ ടെയിലിൽ നിന്ന് ബിയുടെ ഹെഡിലേക്ക് എന്ത് ചെയ്യണം? ഒരു ലൈൻ വരയ്ക്കണം. ഈ ലൈനാണ് ശരിക്കും വെക്ടർ എ പ്ലസ് വെക്ടർ ബി നമുക്ക് നൽകുന്നത്. ഇതാണ് ഇവിടുത്തെ റിസൾട്ടന്റ് വെക്ടർ. പിടി കിട്ടിയോ? ഓക്കെ അല്ലേ? ടെയിലിൽ നിന്ന് ഹെഡിലേക്ക് അല്ലേ വരച്ച? അപ്പൊ ആരോ മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്. ഇതിന്റെ ഡയറക്ഷൻ ഇവിടേക്കായിരിക്കും. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? ഒന്നുകൂടെ പറയാം. നോക്ക്, ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, അതിന്റെ പേര് വെക്ടർ എ. ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, അതിന്റെ പേര് വെക്ടർ ബി. നമുക്ക് കിട്ടേണ്ടത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. അതിന് എന്ത് ചെയ്യണം? ഈ വെക്ടർ എയുടെ ടെയില് കൊണ്ടുവന്ന് ഈ വെക്ടർ ബിയുടെ ടെയില് കൊണ്ടുവന്ന് വെക്ടർ എയുടെ ഹെഡില് ടച്ച് ചെയ്യിക്കണം. എങ്ങനെയാത്? ഇയാൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെക്കണം. കണ്ടോ? ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ആണല്ലോ? ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഈ ടെയിലിനകത്തുനിന്ന് ടെയിലിനകത്തുനിന്ന് ലൈൻ ഇങ്ങനെ നീട്ടി വരച്ച് ഇവിടെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യിക്കണം. ശരിയല്ലേ? ഇപ്പൊ നോക്കി, ഇതൊരു ട്രയാങ്കിൾ ആയില്ലേ? അതുകൊണ്ടാണ് ഇതിന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ്
വെക്ടർ എ പ്ലസ് വെക്ടർ ബി നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. മനസ്സിലായോ? പ്രശ്നമുണ്ടോ? വേറൊരെണ്ണം നോക്കിയാലോ. വെക്ടർ എ ഇങ്ങോട്ട്, വെക്ടർ ബി ഇങ്ങോട്ട്. എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെ ചെയ്യണ്ടേ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി അവിടെയും കിട്ടേണ്ടത്. എന്ത് ചെയ്യണം? വെക്ടർ ബി എ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം? വെക്ടർ എയുടെ ഹെഡിലേക്ക്, അല്ലെ? എ അതുപോലെ നിലനിർത്തി ഇങ്ങനെ വെക്കണം. ശരിയാണോ? ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വെക്ടർ എയുടെ ടെയിലിൽ നിന്ന് ലൈൻ വരച്ച് എവിടെ കൊണ്ട് മുട്ടിക്കണം? വെക്ടർ ബിയുടെ ഹെഡിലേക്ക്. അവിടേക്ക് ആരോ മാർക്ക് ഇടണം. ഇതാണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നം ഇല്ലെന്ന് വിചാരിച്ചോട്ടെ, സെറ്റായി എന്ന് വിചാരിച്ചോട്ടെ. യെസ്, നമ്മൾ തിരിച്ചു പോകുന്നു. നോക്ക്, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ്. ഹെഡ് ടു ടെയിൽ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്ക്, പ്ലേസ് ദ ടെയിൽ ഓഫ് വെക്ടർ ബി അറ്റ് ദ ഹെഡ് ഓഫ് വെക്ടർ എ. രണ്ട് വെക്ടർ ഉണ്ട്. വെക്ടർ എ ഇങ്ങോട്ടുണ്ട്, വെക്ടർ ബി ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വെക്ടർ ബിയുടെ ടെയില് എവിടെ കൊണ്ടുവെക്കണം? വെക്ടർ എയുടെ ഹെഡിലേക്ക് കൊണ്ടുവെക്കണം. കണ്ടോ? ആദ്യം ഇതാ ചെയ്യണ്ടേ. ഓക്കെ അല്ലേ? ദ വെക്ടർ ഡ്രോൺ ഫ്രം ദ ടെയിൽ ഓഫ് വെക്ടർ എ ടു ദ ഹെഡ് ഓഫ് വെക്ടർ ബി ഈസ് ദ റിസൾട്ടന്റ്. എവിടുന്ന്? വെക്ടർ എയുടെ ടെയിലിൽ നിന്ന് വെക്ടർ ബിയുടെ ഹെഡിലേക്ക് വരയ്ക്കുന്നതാണ് ഇവിടുത്തെ റിസൾട്ടന്റ്. ഇതാണ് റിസൾട്ടന്റ്. ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നം ഇല്ലെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ ആണേ? യെസ്, മുന്നോട്ട് പോവാം നമുക്ക്. ഈസിയാണ് ഇത്. ഓക്കെ, നോക്കാം ഇതിന്റെ പ്രോപ്പർട്ടീസാ. നോക്കിയേ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്ന വെക്ടർ ബി പ്ലസ് വെക്ടർ എ. അതായത് ശ്രദ്ധിച്ചോണേ, ഇതാ വെക്ടർ എ ഇവിടെയുണ്ട്. ഓക്കെ, വെക്ടർ ബി ഇങ്ങോട്ടുണ്ട്. ആണല്ലോ? ആണ്. നോക്കിക്കോണേ, നമ്മൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ ആണോ? ആണ്. ഇതാണ് റിസൾട്ടന്റ് കിട്ടുന്നത്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഈ കിട്ടിയ ഒരു വാല്യൂ ഉണ്ടാവും, ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? എന്നാൽ ഇതേ കേസ് ശ്രദ്ധിച്ച, വെക്ടർ എ ഇങ്ങോട്ടുണ്ട്, വെക്ടർ ബി ഇങ്ങോട്ടുണ്ട്. കണ്ടോ? കണ്ട്. നമുക്ക് ചെയ്യേണ്ടത് തിരിച്ച്, അതായത് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ വെക്ടർ ഏതാ? വെക്ടർ ബി. എന്ത് ചെയ്യണം? വെക്ടർ ബിയുടെ ഹെഡിലേക്ക്, വെക്ടർ ബിയുടെ ഹെഡിലേക്ക് വെക്ടർ എയുടെ ടെയിൽ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യണം. ഇങ്ങനെ വെക്കണം. കണ്ടോ? അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതാ ഇവിടുന്ന് വെക്ടർ ബിയുടെ ടെയിലിൽ നിന്ന് വെക്ടർ എയുടെ ഹെഡിലേക്ക് ലൈൻ വരയ്ക്കണം. നിങ്ങൾ നോക്കിയേ, നമുക്കപ്പം എങ്ങനെ കിട്ടുന്ന റിസൾട്ടന്റ്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇതേ ഡയറക്ഷനിലേ കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ദാ ഈ വെക്ടർ ഇങ്ങോട്ടാണ്, ഈ വെക്ടർ ഇങ്ങോട്ടാണ്. രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനാണ്. മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ ഇതും 5 ആയിരിക്കും, ഇതും എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? 5 ആയിരിക്കും. മനസ്സിലായോ? പ്രശ്നമുണ്ടോ? പ്രശ്നം ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ നോക്കിയ വെക്ടർ എയും വെക്ടർ ബിയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പുതിയൊരു വെക്ടർ ആഡ് ചെയ്യാണ്, വെക്ടർ സി. ശരിയല്ലേ? ആണ്. എന്നാൽ ഇങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന അതേ റിസൾട്ടിന് തുല്യമാണ് ആദ്യം എന്ത് ചെയ്ത് വെക്ടർ ബിയും സിയും കൂടെ ആഡ് ചെയ്തിട്ട് വെക്ടർ എ ആഡ് ചെയ്തു. നോക്കിയേ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ എ നമ്മൾ വിളിക്കും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. വെക്ടർ എ പ്ലസ് ബി പ്ലസ് വെക്ടർ സി ദിസ് ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ക്ലിയർ ആണോ? പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ. നൾ വെക്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ. ശ്രദ്ധിച്ചോ, നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ. ശ്രദ്ധിച്ചോ, എന്താ ഇതിന്റെ പ്രത്യേകത? എ വെക്ടർ വിത്ത് സീറോ മാഗ്നിറ്റ്യൂഡ് 0 ആണ്, ആൻഡ് നോ സ്പെസിഫിക് ഡയറക്ഷൻ, പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് നൾ വെക്ടർ. നോക്കിയേ, ഇറ്റ് റിസൾട്ട്സ് വെൻ യു ആഡ് എ വെക്ടർ ടു ഇറ്റ്സ് നെഗറ്റീവ്. ഒരു വെക്ടറിനെ അതിന്റെ നെഗറ്റീവ് കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഫോർ എക്സാമ്പിൾ, വെക്ടർ എ ഇങ്ങോട്ടുണ്ട്. ഓക്കെ അല്ലേ? ആണല്ലോ. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആരാ? പക്ക അല്ലെ? വെക്ടർ എ തിരിച്ചിട്ടാൽ നെഗറ്റീവ് വെക്ടർ എ ആയി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ഇനി വെക്ടർ ബൈ 0. ഏതെങ്കിലും ഒരു വെക്ടറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞേ? 0 വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ കിട്ടും. ശ്രദ്ധിച്ചോ, വെക്ടർ എ പ്ലസ് 0 ആഡ് ചെയ്താൽ നമുക്ക് വെക്ടർ എ കിട്ടും. ലാംഡായി 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും. 0 ഇൻറ്റു വെക്ടർ എ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ക്ലിയർ ആണ്? പ്രശ്നമുണ്ടോ? ഈസി അല്ലേ? പ്രശ്നമില്ലല്ലോ. യെസ്. ശരി, ഇനി നമുക്ക് വെക്ടർ സബ്ട്രാക്ഷൻ പിടിക്കാം. നോക്കിക്കോ, സബ്ട്രാക്ടിങ് വെക്ടർ ബി ഫ്രം വെക്ടർ എ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നേ? ആഡിങ് നെഗറ്റീവ് ഓഫ് വെക്ടർ ബി ടു വെക്ടർ എ. ശ്രദ്ധിച്ചോണേ, ഈസി ആണേ. ഒന്ന് നോക്കിക്കോ. വെക്ടർ എ നമ്മൾ കണ്ട്. ഓക്കെ, പ്ലസ് വെക്ടർ ബി ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക്
വെക്ടർ എ പ്ലസ് വെക്ടർ ബിക്ക് പകരം വെക്ടർ എ മൈനസ് വെക്ടർ ബി ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ വെക്ടർ ബിയുടെ നിലവിലുള്ള ഡയറക്ഷൻ അങ്ങ് തിരിക്കണം. അതായത് വെക്ടർ എ ഇങ്ങോട്ടാണ്, പ്ലസ് ഈ വെക്ടറിനെ ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇതെന്തായി? സബ്ട്രാക്ഷനായി. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, ഡയറക്ഷൻ തിരിച്ചാൽ മതി. വെക്ടർ ബിയുടെ ഡയറക്ഷൻ തിരിച്ചാൽ ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ഇത് അഡീഷൻ തന്നെയാണ്. നമ്മൾ എഴുതുമ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്നാണ് ഇത് എഴുതുന്നത്. പക്ഷെ എന്ത് ചെയ്തു ഇവിടെ? വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി ആണ് ഈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, വെക്ടർ എ മൈനസ് വെക്ടർ ബി എ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് സബ്ട്രാക്ഷൻ ആണ്, പക്ഷേ അതിന് അഡീഷന്റെ ഫോമിൽ എഴുതാത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ നോക്കിയ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. സിമ്പിൾ ആയിട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്, ഒരു സംശയമില്ല. എന്നാൽ നമ്മൾ വെക്ടർ എ മൈനസ് വെക്ടർ ബി ചെയ്യാൻ എന്താ ചെയ്തേ? അഡീഷൻ തന്നെയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്ത്? ഇതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കൊടുത്തു. മനസ്സിലായോ? ഇപ്പം വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആ ചെയ്യുന്നത്, പക്ഷേ ആക്ച്വലി എന്താ ചെയ്തത്? റിവേഴ്സ് ചെയ്തുകൊണ്ട് എന്തായി? വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി ആ ചെയ്യുന്നത്. ആ വെക്ടർ എ മൈനസ് വെക്ടർ ബി എ വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി എന്ന് എഴുതാം. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. യെസ്. അപ്പൊ നോക്കിയാട്ടെ, നമുക്ക് വെക്ടർ എ മൈനസ് വെക്ടർ ബി എ നമുക്ക് എങ്ങനെ എഴുതാന്ന് ഇവിടെ പറയുന്നത്? വെക്ടർ എ മൈനസ് വെക്ടർ ബി എ എങ്ങനെ എഴുതാം? വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്യുന്ന? ഗ്രാഫിക്കലി യു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ ബി ആൻഡ് ദെൻ യൂസ് ദ ട്രയാങ്കിൾ. ഇതിപ്പോ ഞാൻ ഇവിടെ എടുത്ത ആംഗിൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ, ഇവിടെ 0 ഡിഗ്രി എടുത്തത് കൊണ്ട് അങ്ങനെ ആണ്. ഓക്കെ അല്ലേ? ട്രയാങ്കിളോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? നോക്ക്, വെക്ടർ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നോക്ക്, വെക്ടർ എ ഇങ്ങോട്ടുണ്ട്, പ്ലസ് വെക്ടർ ബി ഇങ്ങോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് എന്താ കിട്ടണ്ടേ? വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണ് കിട്ടേണ്ടത്. വെക്ടർ എ മൈനസ് വെക്ടർ ബി ആ കിട്ടേണ്ടത്. ശരിയല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനേ അറിയാവൂ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്യാനേ അറിയാവൂ. നമ്മൾ എന്താ ചെയ്യണ്ടേ? വെക്ടർ എ അതുപോലെ നിലനിർത്തുക. വെക്ടർ ബി എന്ത് ചെയ്യണം? അതിന്റെ ഡയറക്ഷൻ അങ്ങ് മാറ്റി കൊടുക്കണം. കണ്ടോ? ഇതിപ്പോ എന്തായി? മൈനസ് വെക്ടർ ബി ആയി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാലോ. നേരത്തെ കൂടെ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യുന്നേ? ഒന്ന് പറഞ്ഞേ. വെക്ടർ എയുടെ ഹെഡിലേക്ക് വെക്ടർ ബിയുടെ ടെയിൽ ഉണ്ടെന്ന് പ്ലേസ് ചെയ്യും. ഇങ്ങനെ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? എന്താ ഇവിടുന്ന് ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം അല്ലേ? ആണോ? ആണ്. വെക്ടർ എയുടെ ഹെഡിൽ നിന്ന് ബിയുടെ വെക്ടർ എയുടെ ടെയിൽ നിന്ന് ബിയുടെ ഹെഡിലേക്ക് മാർക്ക് ചെയ്യണം. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ. വെക്ടർ എ മൈനസ് വെക്ടർ ബിയുടെ റിസൾട്ടന്റ് ഇതാണ്. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഓക്കെ അല്ലേ? അപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആഡ് ചെയ്യാൻ അറിയാവുന്ന നമുക്ക് വളരെ ഈസിയാണ്. അതിനെ സബ്ട്രാക്ട് എന്ത് ചെയ്യണം? ഇതിന്റെ ഡയറക്ഷൻ അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തോടെ ട്രയാങ്കിൾ വെക്ടർ അഡിഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ? എളുപ്പമായിരുന്നേ? യെസ്. പഠിച്ചു കഴിഞ്ഞേ, കുഴപ്പമൊന്നുമില്ല.